എന്തായാലും ഒരു ഫൈനൽ, ഒരു അവസാന കലാശക്കൊട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ്. എന്തായാലും നല്ല കളികളായിരുന്നു. ഒരുപാട് മത്സരാർത്ഥികൾ കടന്നു വന്നു, പലരും പാതി വഴിക്ക് പിരിഞ്ഞുപോയി. എന്തായാലും തർക്കങ്ങൾക്കും സ്നേഹപ്രകടനങ്ങൾക്കും ഇനി ഒരു മാറ്റിവെക്കാം. ഫൈനൽ അവസാന പോരിലേക്ക് കടക്കുകയാണ്. എന്തായാലും നമുക്ക് ഹൗസിനുള്ളിലേക്ക് പോകാം. അല്ലത് ഇത്രയും കാലം ബിഗ് ബോസിൽ നിന്നല്ല. അനീഷിന്റെ ഫാൻസ് ഉണ്ട് ഇവിടെ, അനീഷിന്റെ ആരാധകരുണ്ട് ഇവിടെ. ഓക്കെ, അനീഷ് എന്താണ് ഇത്രയും അബുദാബിയിൽ പോലും ഇത്രയും ആരാധകരുണ്ടല്ലോ. അനീഷ് എന്താണ് നല്ലൊരു മാറ്റം ബിഗ് ബോസിലൂടെ വന്നിരിക്കുന്ന ഒരു ആളാണ്. അനീഷ് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാനില്ല ലാലേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ട. ഇത്രയും നാള് ഇതിന്റെ കൂടെ നമ്മുടെ ബിഗ് ബോസില് പല പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എന്റെ കൂടെ നിന്നത് ബിഗ് ബോസിലെ ഓരോ ആളുകളും പ്രേക്ഷകരും മാത്രമല്ല അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ട, ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഈ ചേച്ചി കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടു. കഴുകട നീ കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം അനീഷ്. ഞാൻ അനീഷ് എന്ന് പറയുന്ന വളരെ നല്ല ഒരാളാണ്. അപ്പൊ എല്ലാവരും എനിക്ക് ബിഗ് ബോസ് ഇന്ന് പോകണമെന്ന് തന്നെ ഒരു ഇതില്ല. അനുമോള് ഞാൻ പലതവണ അവളുടെ പുറകെ നടന്നു, പ്രപ്പോസ് ചെയ്തു, പക്ഷെ അവൾ അത് റിഗ്രറ്റ് ചെയ്യാണ്. ഓക്കെ മോനെ, എന്തായാലും റിഗ്രറ്റ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. എന്താണ് സാബുമോൻ വന്ന ശേഷം ഇവിടെ കാണാനില്ല. എന്താണ് സാബുമോൻ പറയും? ലാലേട്ടാ എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. മാത്രമല്ല എന്റെ പ്ലോട്ടിൽ മുട്ട ആരും അടിച്ചോണ്ട് പോയി. ആ അടിച്ചോണ്ട് പോയാൽ ആരായാലും അവൻ മുടിഞ്ഞു പോട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ അനുമോളൊക്കെ പല ഫേക്ക് കാർഡുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാ കാർഡുകളും കണ്ടല്ലോ. എന്തായാലും നമുക്ക് ആര്യനോട് ചോദിക്കാം. ആര്യൻ, അനുമോളിൽ കണ്ട ഏറ്റവും വലിയൊരു കാർഡ് ഏതാണ്? എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഞാൻ 5 സീസണിൽ പോയ ശേഷം ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് കളിക്കാൻ ശ്രമിച്ചു ലാലേട്ടാ. പക്ഷെ എനിക്കൊന്നും അറിയില്ല ലാലേട്ടാ. എന്നാലും പല ആളുകൾ അപ്പണി പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ലാലേട്ടാ. എന്നാലും പ്രശ്നമില്ല ലാലേട്ടാ. എന്തായാലും നെവിന് എന്തെങ്കിലും പറയണം. നെവിൻ എന്താണ്? എനിക്ക് ഒന്നും പറയാനില്ല ലാലേട്ടാ. കാർഡുകൾ ഇറക്കി കളിക്കുക. ഈ കാർഡുകൾ ഇറക്കി കളിക്കാനാണോ ഇങ്ങോട്ട് വന്നേക്കുന്നത്? പല രീതിയിൽ കളിച്ച് ജയിക്കാൻ വേണ്ടിട്ടല്ലേ? എന്നിട്ട് വെറുതെ ഇങ്ങനെ ക്യാമറ നോക്കിക്കൊണ്ട് ഇരുന്നിട്ട് എനിക്ക് പറയാൻ മനസ്സില്ല ലാലേട്ടാ, എനിക്ക് മനസ്സില്ല. അപ്പൊ എന്തായാലും എല്ലാവരും കാണാൻ കഴിഞ്ഞാല് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.